ദ ഹൗസ് മെയ്ഡ്. ഫ്രീഡ മക്ഫാഡൻ എഴുതിയിട്ടുള്ള ബെസ്റ്റ് സെല്ലർ ആയിരുന്നു ഹൗസ് മെയ്ഡ് എന്ന് പറയുന്ന ബുക്ക്. എനിക്ക് ഈ ബുക്ക് സജസ്റ്റ് ചെയ്ത ആൾ പറഞ്ഞത്, നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഗംഭീരമായിട്ടുള്ള ട്വിസ്റ്റ്, ആ ഒരു സസ്പെൻസ് എലമെന്റ് ഒക്കെ ഉള്ളൊരു കഥയാണെന്നാണ് പറഞ്ഞത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോൾ ഇതിൻ്റെ വേൾഡ് ബിൽഡിങ് ഗംഭീരമാണ്. ആ ഒരു സൈക്കോളജിക്കൽ, ആ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ, പിന്നെ ഗ്യാസ് ലൈറ്റിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ എഫക്റ്റീവായിട്ടാണ് ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. സംടൈംസ് ഒരു ഹൊറർ മൂഡാണ് ഈ ബുക്ക് നൽകുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഫിലിം അഡാപ്റ്റേഷനിലേക്ക് വന്നപ്പോൾ ഗംഭീര പെർഫോമൻസ് ആണ് അമാൻഡ ആയാലും അല്ലെങ്കിൽ സിഡ്നി ആയാലും. പക്ഷേ ഈ ബുക്ക് വേഴ്സസ് ഫിലിം എന്നുള്ളൊരു മൈൻഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമല്ലോ, ആ മൈൻഡ് കോൺഫ്ലിക്റ്റ് ഓൾവേസ് ഈ പടത്തിലുണ്ട്. എത്ര ഗംഭീരമായിട്ടാണ് ഇതിലെ ആക്ടേഴ്സ് പെർഫോം ചെയ്തതാണെങ്കിൽ പോലും ഈ സിനിമയിലെ മെയിൻ ട്വിസ്റ്റ് അത് ഈ ബുക്ക് വായിക്കാത്തവർക്ക് പോലും ഈസിലി പ്രഡിക്റ്റബിൾ ആവുന്ന രീതിയിലാണ് പോകുന്നത്. അതുമാത്രമല്ല, ഈ ബുക്ക് നമുക്ക് നൽകിയ സൈക്കോളജിക്കൽ അബ്യൂസിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്യാസ് ലൈറ്റിങ് തുടങ്ങിയ കാര്യങ്ങളൊന്നും അത്ര പ്രോപ്പറായിട്ടല്ല സിനിമയിൽ വന്നിരിക്കുന്നത്. അതിനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഹൗസ് മെയ്ഡ് എന്നുള്ള ഈ സിനിമ ആ ബുക്ക് വേഴ്സസ് ഫിലിം എന്നുള്ള ആ ഒരു മൈൻഡ് കോൺഫ്ലിക്റ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മീഡിയോക്കോർ ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.